സർക്കാരിന്റെ അധികാരവും നമ്മളെപ്പോലുള്ള സാധാരണ പൗരന്മാരുടെ അവകാശങ്ങളും ഇത് രണ്ടും തമ്മിൽ എപ്പോഴും ഒരു സംഘർഷമുണ്ടാകാറുണ്ടല്ലേ? അപ്പോൾ നിയമം എങ്ങനെയാണ് ഈ രണ്ടിനെയും ബാലൻസ് ചെയ്യുന്നത്? നമുക്ക് ആഴത്തിലൊന്ന് നോക്കാം. നമുക്ക് ഈയൊരു ലളിതമായ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? സർക്കാർ നിങ്ങൾക്കൊരു ഉറപ്പ് തരുന്നു, പക്ഷെ കുറച്ചുകാലം കഴിഞ്ഞ് അത് പാലിക്കുന്നില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ നിയമം നിങ്ങളെ സഹായിക്കുമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നികുതി ഇളവ് കിട്ടുമെന്നൊരു വാഗ്ദാനമുണ്ട്. ആ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ സർക്കാർ പറയുന്നു അങ്ങനെയൊരു ഇളവില്ലെന്ന്. അത് ശരിക്കും ഒരു ചതിയായി തോന്നില്ലേ? അപ്പോൾ നമുക്കാദ്യം ഈയൊരു പ്രശ്നത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. അതായത്, ഭരണകൂടം കൊടുത്ത വാക്ക് പാലിക്കാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു അനീതിയില്ലേ? അതിന് നിയമത്തിൽ കൃത്യമായ ഒരു അടിസ്ഥാനമുണ്ട്. ഇതിനെയാണ് ആർബിട്രറി സ്റ്റേറ്റ് ആക്ഷൻ അഥവാ ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ പ്രവർത്തനം എന്നു പറയുന്നത്. അതായത്, കൃത്യമായ കാരണങ്ങളൊന്നുമില്ലാതെ തോന്നിയ പോലെ തീരുമാനങ്ങൾ മാറ്റുന്നത് നിയമവാഴ്ചയ്ക്ക് ചേർന്നതല്ല. അപ്പോൾ ഈ വാക്ക് ലംഘിക്കുന്ന പ്രശ്നത്തിന് നിയമത്തിന്റെ കയ്യിൽ എന്താണ് പരിഹാരം? നമുക്ക് നോക്കാം. ഇവിടെയാണ് ന്യായമായ പ്രതീക്ഷ അല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ എന്നൊരു നിയമതത്വം വരുന്നത്. സംഭവം വളരെ ലളിതമാണ്. ഒരു സർക്കാർ ഒരു വാഗ്ദാനം നൽകുകയോ അല്ലെങ്കിൽ വർഷങ്ങളായി ഒരു കാര്യം ഒരേ രീതിയിൽ ചെയ്യുകയോ ചെയ്താൽ ഒരു പൗരന് അത് അങ്ങനെ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കാൻ അവകാശമുണ്ട്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായി, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായൊരു വാഗ്ദാനമോ അല്ലെങ്കിൽ കാലങ്ങളായി തുടർന്നു വരുന്നൊരു രീതിയോ വേണം. ഇതിന്റെ പ്രധാന ലക്ഷ്യം സർക്കാരിന്റെ അധികാര ദുർവിനിയോഗം തടയുക, നീതി ഉറപ്പാക്കുക എന്നതൊക്കെയാണ്. പക്ഷേ ഇതിനൊരു പരിധിയുണ്ടെന്നുള്ളത് ഓർക്കണം. അതായത്, വലിയൊരു പൊതുതാൽപര്യം, ചിലപ്പോൾ അത് രാജ്യസുരക്ഷയോ അല്ലെങ്കിൽ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമോ ആവാം. അങ്ങനെയൊരു കാരണം മുന്നോട്ട് വയ്ക്കാൻ സർക്കാരിന് കഴിഞ്ഞാൽ ഈ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കും. ഈ സിദ്ധാന്തത്തിന്റെ ശക്തി നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ഔദ്യോഗിക കോൺട്രാക്റ്റ് ഇല്ലെങ്കിൽ പോലും സർക്കാരിന്റെ ഒരു തെറ്റായ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്. സാധാരണയായി നിങ്ങൾ ആ വാക്ക് വിശ്വസിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടമുണ്ടായി എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇത് ശരിക്കും ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കാനുള്ള ഒരു സാധാരണ പൗരന്റെ അവകാശമാണ്. ശരി, അപ്പോൾ വാഗ്ദാനങ്ങളുടെ കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് സർക്കാരിന്റെ മറ്റൊരു വലിയ അധികാരത്തിലേക്ക് വരാം: നിയമനിർമ്മാണം. പാർലമെന്റ് നേരിട്ടല്ലാതെ മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾക്കോ ഏജൻസികൾക്കോ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കാൻ അധികാരം കൊടുത്താലോ? അതെന്താവൂ സ്ഥിതി? ഇതാണ് നമ്മുടെ അടുത്ത പ്രധാന ചോദ്യം. ഇതിനെയാണ് നിയമത്തിന്റെ ഭാഷയിൽ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അതായത്, പാർലമെന്റ് അതിന്റെ നിയമമുണ്ടാക്കാനുള്ള അധികാരം സർക്കാരിന്റെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൈമാറുന്നു. ഭരണം സുഗമമാക്കാൻ പലപ്പോഴും ഇത് അത്യാവശ്യമാണ്. ഇത് ഭരണം സ്പീഡാക്കാൻ സഹായിക്കുമെങ്കിലും ഒരു വലിയ അപകടം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്തയച്ച എംപിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടമില്ലാതെ ഉദ്യോഗസ്ഥർ നിയമങ്ങളുണ്ടാക്കുന്ന ഒരവസ്ഥ വരും. ഇത് ചിലപ്പോൾ അധികാരത്തിനൊരു കടിഞ്ഞാനില്ലാത്ത അവസ്ഥയിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ ഈ അധികാരത്തെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ആദ്യത്തെ ലെവൽ കൺട്രോൾ വരുന്നത് പാർലമെന്റിൽ നിന്ന് തന്നെയാണ്. ഇവിടെ 2 തരം നിയന്ത്രണ സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. പാർലമെന്റിന്റെ റോള് ഒരു വാച്ച്മാനെ പോലെയാണ്. നിയമമുണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇടപെടുമെന്ന്. പക്ഷേ കോടതികളോ? അതൊരു റഫറിയെ പോലെയാണ്. നിയമമുണ്ടാക്കി ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്താൽ മാത്രം രംഗത്ത് വരും. പാർലമെന്റ് ഇത് പല വഴികളിലൂടെയാണ് നിയന്ത്രിക്കുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റിന് അധികാരം കൊടുക്കുന്ന നിയമത്തിൽ തന്നെ അതിന്റെ അതിരുകൾ കൃത്യമായി പറയും. ഉണ്ടാക്കുന്ന എല്ലാ ചട്ടങ്ങളും പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കണം. അതുമാത്രമല്ല, ഈ ചട്ടങ്ങൾ മാത്രം പഠിക്കാൻ വേണ്ടി പ്രത്യേക കമ്മിറ്റികൾ തന്നെയുണ്ട്. പക്ഷേ ഈ പാർലമെന്റിന്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടും ഒരു പ്രശ്നമുള്ള നിയമം പുറത്തു വന്നാലോ? അപ്പോഴാണ് നമ്മുടെ ഫൈനൽ ഗാർഡിയൻ, അതായത് കോടതികൾ, കളത്തിലേക്കിറങ്ങുന്നത്. കോടതികളുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് അൾട്രാ വൈറസ് എന്നൊരു സംഗതി. ലാറ്റിൻ വാക്കാണ്, പേടിക്കണ്ട. സിമ്പിളായി പറഞ്ഞാൽ അധികാരത്തിന് അപ്പുറം. ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് കൊടുത്ത അധികാരപരിധിക്കപ്പുറം പോയി ഒരു നിയമമുണ്ടാക്കിയാൽ അത് അസാധുവാക്കാൻ കോടതിക്ക് പറ്റും. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസമെന്താ? പാർലമെന്റിന്റെ നിയന്ത്രണം ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ്. അതിന്റെ ഫലം ചിലപ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദത്തിലൊതുങ്ങാം. പക്ഷേ കോടതി ഒരു നിയമം അൾട്രാ വൈറസ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ഒരു കടലാസിന്റെ വില പോലുമില്ല. അത് തുടക്കം മുതലേ ഇല്ലാത്തൊരു നിയമമായി മാറും. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഒരു നിയമം അധികാരപരിധിക്ക് പുറത്താകുന്നത്? ഒന്നുകിൽ അത് പാർലമെന്റ് പാസാക്കിയ മാതൃനിയമത്തിന് എതിരാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാകുമ്പോൾ, അതുമല്ലെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, ഉദാഹരണത്തിന് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കണമെന്ന നിബന്ധന പാലിക്കാതെ ഉണ്ടാക്കുമ്പോൾ.
ചിലപ്പോൾ ഒരു നിയമം തീർത്തും യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ പോലും കോടതിക്ക് ഇടപെടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ 2 നിയമതത്വങ്ങളും നിയമവാഴ്ച എന്ന വലിയ ആശയവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നോക്കാം. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ന്യായമായ പ്രതീക്ഷ, അൾട്രാ വൈറസ് എന്നൊക്കെ പറയുന്നത് വെറുതെ നിയമപുസ്തകത്തിലെ വാക്കുകളല്ല. ഇത് സർക്കാരിന്റെ തോന്നിയ പോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കാനുള്ള ശക്തമായ ഷീൽഡുകളാണ്. ഈ ഉദ്ധരണി വ്യക്തമാക്കുന്നതുപോലെ ഒരു പൗരന്റെ ന്യായമായ പ്രതീക്ഷയെ മാനിക്കുന്നത് നിയമവാഴ്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നാണ്. അതില്ലെങ്കിൽ ഭരണം ഏകപക്ഷീയവും ജനവിരുദ്ധവുമായി മാറും. ചുരുക്കി പറഞ്ഞാൽ, സർക്കാർ വാക്ക് പാലിക്കണമെന്നും നിയമമുണ്ടാക്കുമ്പോൾ അധികാരം ദുരുപയോഗം ചെയ്യരുതെന്നും ഈ 2 സിദ്ധാന്തങ്ങളും ഉറപ്പാക്കുന്നുണ്ട്. ഇത് പൗരനും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തിൽ നീതിയും വിശ്വാസവും നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമാണ്. ഈ വിശകലനം നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ സർക്കാരിന് അധികാരം വേണം, അതേസമയം സാധാരണ പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വേണം. ഈ രണ്ടിനും ഇടയിലുള്ള ആ ശരിയായ ബാലൻസ്, ആ അതിർവരമ്പ് എവിടെയാണ്? ഇത് നിയമലോകം എപ്പോഴും ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്.